വിസ്മയങ്ങളുടെ ഒരു കലവറ തന്നെയാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. കിഴക്കേ നടയിലുള്ള ക്ഷേത്ര ഗോപുരം ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് ഈ ഗോപുരത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഗോപുര മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കേ നടയിലുള്ള ക്ഷേത്ര ഗോപുരം ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് ഈ ഗോപുരത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഗോപുര മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 100 അടി ഉയരമുള്ള ഈ ക്ഷേത്ര ഗോപുരത്തിന് 7 നിലകളാണുള്ളത്. ഗോപുരത്തിൻ്റെ എല്ലാ വശങ്ങളും മനോഹരങ്ങളായ ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. ഇതിൻ്റെ 7ാം നിലയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇന്ന് ആരെയും അതിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഗോപുരത്തിൻ്റെ ഏറ്റവും മധ്യത്തിലായി ഓരോ നിലകളിലും ഗോപുരവാതിലുകളുണ്ട്. വിഷുവം അഥവാ ഇക്വിനോക്സ് ദിവസങ്ങളിൽ കിഴക്കേ ഗോപുരവാതിലുകളിലൂടെ അസ്തമയ സൂര്യൻ കടന്നു പോകുന്ന വിസ്മയ കാഴ്ച വർണ്ണനാതീതമാണ്. രാത്രിയും പകലും ഏകദേശം തുല്യമായി വരുന്ന ദിവസങ്ങളെയാണ് വിഷുവം എന്ന് പറയുന്നത്. സാധാരണയായി മാർച്ച് 21, സെപ്റ്റംബർ 21 ദിവസങ്ങളിലാണ് ഇത് വരുന്നത്. ആദ്യം അസ്തമയ സൂര്യൻ ഏറ്റവും മുകളിലത്തെ ഗോപുരവാതിലിലൂടെ പ്രവേശിച്ച് പിന്നീട് 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ, ശേഷം 5ാമത്തതിൽ പ്രവേശിച്ചതിന് ശേഷം സൂര്യൻ അപ്രത്യക്ഷമാവുന്നു. ഈ ഗോപുരത്തിൻ്റെ കിളിവാതിലുകൾ പണിതിരിക്കുന്നത് ഇക്വിനോക്സ് ദിവസങ്ങളിൽ സൂര്യൻ ഈ കിളിവാതിലുകളിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ്. ഈ ദിവസങ്ങളിൽ സൂര്യൻ്റെ പ്രൊജക്ടറിയുമായി അലൈൻ ചെയ്യുന്ന രീതിയിലാണ് ഗോപുര നിർമ്മാണം. ടെക്നോളജിയൊന്നും ഒട്ടും വികസിക്കാത്ത ആ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്ര ഗോപുരം നിർമ്മിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ അന്നത്തെ അവരുടെ ഒരു നിർമ്മാണ വൈദഗ്ധ്യം എന്തായിരുന്നുള്ളത് നമുക്ക് ഊഹിക്കുന്നതിനപ്പുറമാണ്. മാത്തമാറ്റിക്സിലും ആസ്ട്രോണമിയിലും അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർക്കുള്ള ഗ്രാഹ്യം എന്തുമാത്രം ആയിരിക്കും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു സാങ്കേതിക വിദ്യയും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ എത്ര കൃത്യതയോടെയാണ് ഈ ഗോപുരവും ഗോപുരത്തിൻ്റെ കിളിവാതിലുകളും നിർമ്മിച്ചിരിക്കുന്നത്.